ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന എമർജൻസി ലൈറ്റിനേക്കാളും കൂടുതൽ പ്രകാശവും കൂടുതൽ ബാക്കപ്പും ചെറിയ ചിലവിലും ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 വാട്ട് LED-കളാണ്. ഇത്തരത്തിലുള്ള പല LED-കൾ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്കൊരു 3x3 PVC ബോക്സ് വേണം. വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന PVC ബോക്സ് ആണ്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് LED-കൾ ഒട്ടിച്ചെടുക്കാം. കോമണുകളൊക്കെ, അതായത് നെഗറ്റീവുകളൊക്കെ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. എല്ലാ നെഗറ്റീവ് ബോളുകളും സോൾഡർ ചെയ്യാം. അതുപോലെ ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ 2 സെക്ഷനായിട്ടാണ് സോൾഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രകാശം ആവശ്യമുള്ള സമയത്ത് കൂടുതലായി, കുറച്ച് പ്രകാശം മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനായി 5 LED-കളുടെ പോസിറ്റീവ് പോളുകൾ ഒരുമിച്ച് 2 LED-കളുടെ പോസിറ്റീവുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് സോൾഡർ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പോസിറ്റീവ് പോളുകൾ 2 സെക്ഷനായിട്ട് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് വയറുകൾ സോൾഡർ ചെയ്യാം. ആദ്യം നെഗറ്റീവിലോട്ടൊരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ 2 സെക്ഷൻ പോസിറ്റീവ് സൈഡുകളിലേക്കും ഓരോ വയർ വീതം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സോൾഡറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് TP4056 എന്ന ബാറ്ററി ചാർജിങ് മൊഡ്യൂള്, അതിലോട്ട് കുറച്ച് വയറുകൾ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഇവിടെ B+- എന്ന് പറയുന്നത് ബാറ്ററിയുടെ ഇൻപുട്ടാണ്. അതുപോലെ ഔട്ട് പോസിറ്റീവ്, ഔട്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ്. അതിലോട്ട് നമുക്ക് 3 വയറുകൾ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം LED പാനലിൽ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റീവ് നമ്മളെ ഔട്ട് നെഗറ്റീവ് എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു ബാറ്ററി ചാർജിങ് മൊഡ്യൂളാണിത്. ഇതിൽ നമുക്ക് 2 ലിഥിയം അയൺ ബാറ്ററി വരെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. 1 ആംപിയർ ഔട്ട്പുട്ടാണ് ഇതിനുള്ളത്. അതിനുശേഷം നമുക്ക് നമ്മുടെ PVC ബോക്സിൽ 2 ഹോൾ ഇടണം. ഒന്ന് നമ്മളെ ചാർജിങ്ങിന് വേണ്ടി, ഒന്ന് സ്വിച്ചിന് വേണ്ടിയാണ്. അതിലോട്ട് നമ്മുടെ ചാർജിങ് മൊഡ്യൂൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇളകി പോരാൻ ചാൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചാണ്. 3 പോൾ സ്വിച്ചാണിത്. ഇതിന് 2 ഔട്ട്പുട്ടും 1 ഇൻപുട്ടുമാണ് വരുന്നത്. 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ടോർച്ചിനൊക്കെ വരുന്ന സ്വിച്ചാണിത്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കോമണിലേക്കും പിന്നെ നമ്മുടെ LED-യിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കണക്ഷനുകൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ഷനുകളിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം. സോൾഡറിങ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഹോൾ അടിച്ച് വെച്ചിരിക്കുന്ന അവിടെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ബലത്തിൽ അമർത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2 ലിഥിയം ബാറ്ററികളാണ്. ഇത് പഴയ ലാപ്ടോപ്പിൻ്റെ നിന്ന് അഴിച്ചെടുത്ത ബാറ്ററിയാണ്. അത് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൻ്റെ B+ B- എന്നുള്ള പോളിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ബാറ്ററിയിലോട്ട് സോൾഡർ ചെയ്തെടുക്കാം. സോൾഡറിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററികൾ എടുത്തിട്ട് നമ്മളെ എമർജൻസിയുടെ അടിഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ക്യാമറയുടെ ലൈറ്റ് കുറച്ച് വെച്ചിരിക്കുകയാണ്, നമുക്ക് കത്തുന്നത് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ പ്രകാശം ലഭിക്കുന്നുണ്ട്. കണ്ണിന് ഇറിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു LED ബൾബിൻ്റെ ടോപ്പ് ഊരിയെടുത്ത് അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിക്കാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്താൻ ഒട്ടും മറക്കരുത്.